തൃശൂർ DCCയുടെ താൽക്കാലിക പ്രസിഡന്റായി വി.കെ. ശ്രീകണ്ഠൻ MP ചുമതലയേറ്റു. അതിനിടെ തൃശൂരിൽ കെ. മുരളീധരനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കെ. മുരളീധരന്റെ തോൽവിയിൽ തൃശൂരിലെ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജിവെച്ചിരുന്നു. തുടർന്ന് പാലക്കാട് MP വി.കെ. ശ്രീകണ്ഠന് KPCC നേതൃത്വം DCC പ്രസിഡന്റിന്റെ ചുമതല നൽകി. ഇന്ന് DCC ഓഫീസിലെത്തിയ അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. പാർട്ടി നൽകിയ ഉത്തരവാദിത്വം ആത്മാർത്ഥമായി നിർവഹിക്കുമെന്ന് ശ്രീകണ്ഠൻ പ്രതികരിച്ചു. എഴുതിത്തള്ളാൻ കഴിയുന്ന സ്ഥലമല്ല തൃശൂർ. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. തൃശൂർ DCC പ്രസിഡന്റിന്റെ ചുമതല എനിക്ക് നൽകിയിരിക്കുകയാണ്. പാർട്ടി നൽകിയ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ വേണ്ടി എത്തിയതാണ്. എന്തായാലും അങ്ങനെ ഒരു എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന് കരുതി എല്ലാം അവസാനിക്കുന്നില്ല. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനിടെ DCC ഓഫീസിന് സമീപം കെ. മുരളീധരനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. കെ. മുരളീധരനോട് മാപ്പപേക്ഷിച്ചാണ് ഫ്ലെക്സ് ബോർഡ്. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ട് യുദ്ധഭൂമിയിൽ പിടഞ്ഞു വീണ മുരളിയേട്ട മാപ്പ് നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്നെഴുതിയ ബോർഡാണ് പ്രത്യക്ഷപ്പെട്ടത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.